കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒരുപോലെ കാത്തിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷന്റെ പുതിയ അപ്ഡേറ്റുകൾ വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി പഠനം തുടരുകയാണ്. 8ാം ശമ്പള കമ്മീഷന് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയം 1.5 വർഷമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത വർഷം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കിടയിലും പെൻഷൻകാർക്കിടയിലും സജീവ ചർച്ചാ വിഷയമാണ്. ആയതിനാൽ തന്നെ ഏറെ ആകാംക്ഷയോടെയാണ് ഇവർ 8ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിച്ചത്. അതിന് പിന്നാലെയാണ് ജനുവരി 1 മുതൽ പുതിയ 8ാം ശമ്പള കമ്മീഷൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പഠനം തുടരുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി, നിലവിലുള്ള വിപണി സാഹചര്യം, മറ്റ് ചെലവുകൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് 8ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അതിനുശേഷം മാത്രമാണ് റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിക്കുകയുള്ളൂ. പുതിയ ശമ്പള സ്കെയിൽ നിലവിൽ വരുന്നത് മന്ത്രിസഭ റിപ്പോർട്ട് അംഗീകരിച്ചാൽ മാത്രമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല പെൻഷൻകാർക്കും ഇരട്ടി നേട്ടം ലഭിക്കുമെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അതായത് ശമ്പളം എത്രത്തോളം വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നതിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ് പ്രധാന ഘടകം. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്നറിയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഫിറ്റ്മെന്റ് ഫാക്ടറിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കുടുംബ യൂണിറ്റ്. നിലവിൽ കുടുംബ യൂണിറ്റ് പരിഗണിക്കുന്നതിന് 3 ആയിട്ടാണ്. ഭാര്യ, ഭർത്താവ്, 2 മക്കൾ എന്നിവരാണ് ഇതിൽ ഉൾപ്പെടുക. കൂടാതെ മക്കളെ 0.5% കണക്കാക്കുന്നതെന്നും പറയുന്നു. അങ്ങനെയാണ് 3 അംഗങ്ങൾ വരുന്നത്. പക്ഷേ 3 അംഗത്തിന് പകരം 5 അംഗ കുടുംബ യൂണിറ്റ് പരിഗണിക്കണമെന്നാണ് ജീവനക്കാരുടെ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യം കമ്മീഷൻ അംഗീകരിച്ചാൽ ലക്ഷങ്ങളായിരിക്കും ശമ്പളം കുതിച്ചുയരാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും ഉൾപ്പെടുത്തി കുടുംബ യൂണിറ്റ് വികസിപ്പിക്കണമെന്നാണ് ആവശ്യം. അങ്ങനെ വന്നാൽ ഇവർക്ക് വേണ്ടി വരുന്ന ചെലവ് കൂടി കണക്കാക്കി ഫിറ്റ്മെന്റ് ഫാക്ടർ ഉയർത്താനാണ് സാധ്യതയുള്ളത്. അതായത് 1957 15ാം ലേബർ കോൺഫറൻസ് പ്രകാരമാണ് 3 അംഗ കുടുംബ യൂണിറ്റിന് രൂപകൽപ്പന വന്നത്. ഇതിൽ അച്ഛനും അമ്മയും വരുന്നില്ല. പിന്നീട് 2007 രക്ഷിതാക്കളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് നിയമമനുസരിച്ച് ഇവരെ കൂടി കുടുംബ യൂണിറ്റിൽ പരിഗണിക്കണമെന്ന ജീവനക്കാരുടെ ആവശ്യം ശക്തമായി ഉയർന്നത്. അതായത് സർക്കാർ ശമ്പളം നിശ്ചയിക്കുമ്പോൾ ജീവനക്കാരെ മാത്രമല്ല പരിഗണിക്കുന്നതെന്ന് ഓർക്കണം. അവരുടെ കുടുംബങ്ങൾക്കും പ്രാധാന്യം കൂടുതലാണ്. കുടുംബങ്ങളുടെ എണ്ണത്തിൽ 3-ൽ 5 ഉയരുമ്പോൾ അടിസ്ഥാന ശമ്പളത്തിൽ 66% വർധനവ് രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. നിലവിലുള്ള കണക്കുകൾ പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ 0.66% കൂടി വർദ്ധിപ്പിക്കുമെന്ന് കണക്കാക്കാം. ഫിറ്റ്മെന്റ് ഫാക്ടർ 1.78 നേരത്തെ നിശ്ചയിച്ചത്. എങ്കിൽ കുടുംബ യൂണിറ്റ് കൂടി ഇതിൽ പരിഗണിക്കുമ്പോൾ ഫിറ്റ്മെന്റ് ഫാക്ടർ 2.42% ഉയരുമെന്നും കണക്കാക്കാം. അങ്ങനെ സംഭവിച്ചാൽ ശമ്പളത്തിൽ വലിയൊരു മാറ്റമാണ് വരിക. എന്തായാലും കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയം 1.5 വർഷമാണ്. അടുത്ത വർഷം റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം മന്ത്രിസഭ റിപ്പോർട്ട് പരിഗണിച്ച് പഠിച്ചതിനു ശേഷം അംഗീകാരം ലഭിച്ചാൽ ഇത് നടപ്പാക്കും. 2028 ജനുവരിയിൽ പുതിയ ശമ്പളം കിട്ടിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.